ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിനെ പറ്റിയാണ്. ഇവിടെ 3 കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഇവിടെ കാണിക്കുന്നത് ഫോർ എവർ ലവ് ആണ് നമ്മുടെ ഗ്രൂപ്പ് നമ്പർ 1 ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ഫാമിലി വൈബാണ് ഉള്ളത്. നിങ്ങൾ ആ ഒരു ആളുമായിട്ട് ചേരുമ്പോൾ ഇമോഷണലി നിങ്ങൾക്ക് ഒരു 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 വീട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ അടുത്ത് എല്ലാ കാര്യവും തുറന്ന് പറയാനും സംസാരിക്കാനും നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആവാനും ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്കൊരു സേഫ്റ്റിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ പോയാൽ ആ ചേട്ടൻ്റെ അടുത്ത് പോയാൽ ഞാൻ സേഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ ഇരിക്കുവാണെങ്കിൽ ഞാൻ കുറേയും കൂടെ സേഫ് ആയിരിക്കും, എൻ്റെ പ്രശ്നങ്ങളെല്ലാം കുറേയും കൂടെ സോൾവ് ആവുന്ന പോലെ, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും തിരിച്ചു വരാൻ തോന്നിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇത്. ഓക്കെ, നിങ്ങൾ ഫ്യൂച്ചർ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണെന്ന് അറിയാമോ, നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾക്ക് പറയാം എൻ്റെ ആളിങ്ങനെയാണ് എന്ന് നിങ്ങൾ തുറന്ന് പറയുന്നു. ഫ്രണ്ട്സിനോട് തുറന്ന് പറയാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു ക്യാരക്ടറാണ്. അതുമാത്രമല്ല, ലോങ് ടേമിലായിട്ട്, അതായത് നിങ്ങളൊരു മാരേജിലോട്ട് പോകുന്ന പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പോകുന്നത് അങ്ങോട്ടേക്കാണ്, മാരേജിലോട്ടാണ് പോകുന്നത്. ഒരു നല്ല ഒരു എനർജി ഉള്ളൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കപ്പിൾസാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഇമോഷണലി ആണെങ്കിൽ ഒരു സെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പരസ്പരം അങ്ങോട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര പ്രൗഡാവുന്നുണ്ട്. എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ പാർട്ട്ണറാണ് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നിങ്ങൾക്ക് നല്ലോണം പ്രൗഡ് തോന്നിക്കുന്ന ഒരു കപ്പിൾസാണ് നിങ്ങൾ. അതുപോലെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പോലും നിങ്ങൾ പരസ്പരം എൻ്റെ കൂടെ വന്ന് നിൽക്കുക, നീ എൻ്റെ കൂടെ വന്ന് നിൽക്കൂ എന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾ ഫ്യൂച്ചർ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങനെ ആവും, അങ്ങനല്ല പറയുന്നത്. നമ്മൾ വീട് വെക്കും, നമ്മൾ ഫ്യൂച്ചറിൽ ഗോവയിൽ പോവും, നമ്മൾ ഫ്യൂച്ചർ ഇന്തോനേഷ്യയിൽ പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ ഫ്യൂച്ചറിൽ നമ്മുടെ കുട്ടികളുടെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മൾ എന്നുള്ളൊരു വാക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുകയാണെങ്കിൽ സപ്പോസ് സോറി വന്ന് പറയാനുള്ള ഒരു അങ്ങനെ നിങ്ങളോട് വന്ന് സോറി പറയാനും നിങ്ങളുമായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് എങ്ങനെയെങ്കിലും സംസാരിച്ചാൽ മതി എന്ന് താല്പര്യപ്പെടുന്ന ഒരു നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഫാമിലി വൈബും കൂടെ ഉള്ളൊരു ആളായിട്ടാണ് നമുക്കിവിടെ ഗ്രൂപ്പ് നമ്പർ 1 നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 പോയാലോ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇടുന്ന, റൊമാൻറ്റിക് ഫീലിങ്സൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ തരുന്നു. അതുപോലെ തന്നെ സർപ്രൈസ് യാത്രകളൊക്കെ തരുന്നു നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങളെ കാണാനായിട്ട് സർപ്രൈസ് വിസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് മെസ്സേജസൊക്കെ ഇങ്ങനെ അയച്ചു തരും. നിങ്ങൾക്ക് ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസൊക്കെ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങൾ പുറത്ത് ഡേറ്റിങ്ങിനൊക്കെ പോകണം. ഇപ്പം ഒരു ദിവസം പോയി അതിനുശേഷം അടുത്ത മാസം എവിടെ പോവാം, കുറേയും കൂടെ നിങ്ങൾ എന്താ പറയുക, ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ അങ്ങനെയൊക്കെ പോലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും കൈ കോർത്ത് പിടിച്ച് നടക്കാനും എന്താ പറയുക, ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കാനും ഒക്കെ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഗ്രൂപ്പ് നമ്പർ 2 മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കൂടെയുള്ള പാർട്ട്ണറിനോട് എപ്പോഴും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ എപ്പോഴും സംസാരിക്കണം, നിങ്ങളോട് എപ്പോഴും സംസാരിക്കണം, നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടാനൊക്കെ ഒരുക്കമാണ് പുള്ളി. എപ്പോഴും നിങ്ങളെ ഒരു സ്പെഷ്യലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ തന്നെ തോന്നും, അയ്യോ എന്നെ ഒരു സ്പെഷ്യലായിട്ടാണല്ലോ കാണുന്നുണ്ട്. നിങ്ങളിപ്പം ഫുഡ് തരുവാണെങ്കിൽ പോലും ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്കായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം പറയുവാണെങ്കിൽ പോലും, ഒരു സീക്രട്ട് കാര്യങ്ങൾ തന്നെ പറയുവാണെങ്കിലും നിങ്ങളോടായിരിക്കും ആദ്യം വന്ന് ഷെയർ ചെയ്യുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ ലേറ്റ് നൈറ്റ് കോൾസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എത്ര സംസാരിച്ചാലും മതിയാവാത്ത ഒരു വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ കുറേ കൂടെ മെച്യൂർഡ് ആയിട്ടാണ് നിങ്ങളുടെ ലവ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ഇമോഷണൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ടി പ്രൂവ് ചെയ്യും. അയ്യോ ഞാനിങ്ങനല്ല, ഞാൻ ഇങ്ങനെ ഒരു നല്ലൊരാളാണ് എന്ന് നിങ്ങളടുത്ത് പ്രൂവ് ചെയ്യാനും അതിനെന്തെങ്കിലുമൊക്കെ തെളിവുകൾ കൊണ്ടുവരാനും അത് ക്ലിയർ ചെയ്യാനും എന്താ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ലവ് കുറേയും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഡീപ്പ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. പിന്നെ ആൾ കുറച്ച് ഡ്രീമിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വപ്നജീവിയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഇതിലെ ഒരു ചെറിയൊരു പ്രശ്നവും അതാണ്. പുള്ളി സ്വപ്ന ലോകത്ത് നിന്ന് വരാത്തൊരാളാണ്. എൻ്റെ ലൈഫ് അങ്ങനെ വേണം, നമ്മൾ അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരു മൂഡിലുള്ള ഒരു ആളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കിനി മൂന്നാമത്തെ കാർഡ് നോക്കാം. ഇതിൽ പറയുന്നത് ഇതൊരു മോസ്റ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് വളരെ നിങ്ങളുടെ മനസ്സിൽ ഉള്ള ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്കൊരു സ്ട്രെസ്സില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ ആളെ പറ്റി ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ഓവർ തിങ്ക് ചെയ്യത്തേയില്ല. കാരണം അത്രയ്ക്ക് ട്രാൻസ്പെറൻ്റ് ആണ്. എല്ലാ കാര്യവും ഒന്ന് പറയും. ഞാൻ അവിടെ പോവാണ്, ഇവിടെ പോവാണ്, ഞാൻ ഇന്നത് ചെയ്തു. നിങ്ങൾ അങ്ങോട്ടൊന്നും പറയണ്ട. ഓക്കെ, ഏത് ഡ്രസ്സാണ് ഞാൻ ഇട്ടുകൊണ്ട് പോയത്, അല്ലെങ്കിൽ ഇന്ന ആളോട് ഞാൻ എന്താ സംസാരിച്ചത്, A to Z കാര്യം അറിയാം. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല ഭയങ്കര ഫൺ ആൻഡ് ജോളിയാണ്. നമ്മൾ പറയില്ലേ കൂടിയിരുന്ന സമയം പോത്തേയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളാണ്. ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരാളാണ്. അതുമാത്രമല്ല നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളെ ഹീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യും, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെയൊന്നും ഇല്ലടാ, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ആൻഡ് എന്താ പറയുക, നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറയാം ഇറ്റ്സ് ഓക്കെ, നിങ്ങളെ ഒന്ന് ഹഗ്ഗൊക്കെ ചെയ്തിട്ട് ഒന്നുമില്ലടാ, എല്ലാം നമുക്ക് നോക്കാം, ഞാനില്ലേ കൂടെ എന്നിങ്ങനെ പറയുന്ന ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓരോ സക്സസ് ആവുന്ന സമയത്തും പുള്ളി ഒരുപാട് സന്തോഷിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ ആനിവേഴ്സറി, അതുപോലെ തന്നെ ബർത്ത്ഡേയ്സ് ഒക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പിന്നെ ഈഗോ ഒട്ടും ഇല്ലാത്തൊരു പേഴ്സണായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ട് ഉണ്ടല്ലോ, രണ്ടുപേരും സെയിം വൈബിലുള്ള ആൾക്കാരാണ് നിങ്ങൾ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് കുറേയും കൂടെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങളുടെ ലൈഫ് കുറേയും കൂടെ ഹെൽത്തിയാണ്, ഫണ്ണായിട്ടുള്ളതാണ്. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ, നിങ്ങൾ എൻഗേജ്മെൻറ്റ് ചെയ്യുന്നു, നിങ്ങൾ കല്യാണം കഴിയുന്നു, നിങ്ങൾ പ്രഗ്നൻസി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഈസി എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും സെയിം വൈബാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് രണ്ട് പേർക്ക് ഒരേ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഈക്വലാണ്. ജോലി ചെയ്യുവാണെങ്കിലും നിങ്ങൾ ഈക്വലാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഈക്വലായിട്ട് നിൽക്കുന്ന പേഴ്സൺസാണ്. എന്ന് വെച്ചാൽ അവരുടെ ഒരു പേര് കേൾക്കുമ്പോഴേ നിങ്ങളുടെ ഉള്ളിലൊരു റൊമാൻറ്റിക്കായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ചിരിയൊക്കെ കള്ളച്ചിരിയാണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ പറ്റി ആലോചിക്കുമ്പോൾ. ഓക്കെ, നിങ്ങളുടെ കൂടെ ഉള്ളവർ പറയും ഓ നീ കുറച്ച് ഗ്ലോ ആയിട്ടുണ്ടല്ലോ, എന്താ അതിന് കാരണം? ബിക്കോസ് നിങ്ങളുടെ പാർട്ട്ണർ അത്രയ്ക്ക് നിങ്ങളെ എന്താ പറയുക, അത്രയ്ക്ക് സ്നേഹിക്കുന്നത്, അങ്ങനെയാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്, അങ്ങനെയാണ് പാർട്ട്ണർ നിങ്ങളെ കൊണ്ട് നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു എല്ലാവരും നിങ്ങളോട് പറയും, ഈ കാണുന്നവരെല്ലാം പറയും എനിക്കൊരു എന്തൊരു ഹാപ്പിനെസ്സാണ്. പിന്നെ ഓരോ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എന്തൊരു പ്രോബ്ലം വന്നാലും ഉണ്ടല്ലോ നിങ്ങൾ ഒരുമിച്ചാണ് അത് നേരിടുന്നത്. അതാണ് ഈ ഒരു ലവ് സ്റ്റോറിയിൽ ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നത്. ഇതിൽ നിങ്ങൾ ടുഗെദറായിട്ട് സോൾവ് ചെയ്യുന്നു. ദാറ്റ് വാസ്
വെരി ഗുഡാണ് നിങ്ങളുടെ ലവ്സ്. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, താങ്ക് യു.